റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിനക്ക് കടം വീടണോ? കടം വീടണോ? ഞാൻ ഈ പറഞ്ഞു തരുന്ന ആയത്തുണ്ടല്ലോ, ആയത്ത് 170 പ്രാവശ്യം നിനക്ക് ഓതാൻ കഴിയുമോ? 170 പ്രാവശ്യം ഈ ആയത്ത് നീ ഓതി നോക്ക്, നിന്റെ കടം മാറുമെന്ന് അല്ലാഹുവേ മഹാന്മാർ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വല്ലാത്ത അളമായ സൂറത്താണ്, അളമായ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ ഏറ്റവും പ്രബലമായ ആയത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ്. ആയത്തിന് വല്ലാത്ത പ്രാധാന്യമുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദാ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. കുറച്ച് ഈത്തപ്പഴങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഏൽപ്പിക്കുകയാണ്. എല്ലാ ദിവസവും അതിങ്ങനെ സംരക്ഷിച്ചു വെക്കും. അല്ലാഹുവേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് നോക്കുമ്പോ അതാ ഈത്തപ്പഴത്തിന്റെ അളവ് അവിടുന്ന് കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ട് പറയുക? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓരോ ദിവസവും ഈത്തപ്പഴം കുറഞ്ഞു വരുന്നു എന്ന് പറയാൻ കഴിയുമോ? അതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആലോചിക്കുകയാണ്, എന്റെ ഈത്തപ്പഴം ആരാണ് കട്ടുകൊണ്ടുപോകുന്നത്? അവനെ ഞാൻ ഇന്ന് രാത്രിയിൽ പിടിക്കുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പാതിരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുകയാണ്. അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ പമ്മി അതാ ഒരു മലരാണ് കടന്നു വരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചെന്നുകൊണ്ട് പിടിക്കുകയാണ്. ആ മനുഷ്യനെ അവിടുന്ന് പിടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ആരാ നീ? എന്തിനാ വന്നത്? എന്തിനാടാ നീ വന്നത്? എന്റെ ഈത്തപ്പഴം മുഴുവനും കട്ടുകൊണ്ടു പോകുന്നത് നീയാണല്ലോ. ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങളെ, ഞാൻ മോഷ്ടിച്ചു എന്നത് സത്യമാണ്. പക്ഷേ എന്റെ കുടുംബത്തിൽ വല്ലാത്ത പ്രാരാബ്ധമാണ്, ബുദ്ധിമുട്ടാണ്, വിശപ്പാട്. ഞങ്ങൾ വല്ലാത്ത ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്നെ മക്കളുടെ വിശപ്പെടുക്കാൻ വേണ്ടിയിട്ടാ ഇതിൽ നിന്ന് ഈത്തപ്പഴം ഞാൻ എടുത്തുകൊണ്ടുപോയത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സവിടുന്നലിയാണ്. ആ മനുഷ്യനെ വിട്ടു. രണ്ടാമത്തെ ദിവസം അവിടുന്ന് കാത്തിരിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസവും അവിടുന്ന് കടന്നു വരികയാണ്. ആ ഇബ്ലീസ് അദ്ദേഹത്തെ തന്നെ അവിടുന്ന് പിടിക്കുകയാണ്. ഇന്നതാ നീ വന്നിട്ടുണ്ടല്ലോ, എന്റെ ഈത്തപ്പഴം മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ലേ? ആ സമയത്ത് പറയാണ്, അബൂ ഹുറൈറ തങ്ങളെ, എന്റെ മക്കള് വിശന്നുകൊണ്ട് കരയുന്നത് കണ്ടപ്പോഴാ ഞാൻ വന്നത്. എന്നെ വിട്ടേക്കണേ അബൂ ഹുറൈറ. മൂന്നാമത്തെ ദിവസവും വന്നപ്പോ അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിക്കുകയാണ്. എടാ, നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാകില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇവിടുന്ന് പറയുമ്പോൾ അബൂ ഹുറൈറയോട് ആ മനുഷ്യനെ ഇവിടുന്ന് പറയുകയാണ്, അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോകല്ല അബൂ ഹുറൈറ. എന്നല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാതിരുന്നാൽ ഒരു ഇൽമ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം അബൂ ഹുറൈറ. ഒരു ഇൽമ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം അബൂ ഹുറൈറ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇൽമെന്ന് കേൾക്കുമ്പോ വല്ലാതെ കണ്ണു നിറയുന്ന മനുഷ്യനാണ്. ഇൽമിന് വേണ്ടിയിട്ട് വല്ലാതെ ദാഹിക്കുന്ന ഒരു പക്ഷിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാ നീ എനിക്കൊരു ഇൽമ പഠിപ്പിച്ചതാ, എന്നാ നീ എനിക്ക് ഇൽമ പഠിപ്പിച്ചതാ, ഞാൻ നിന്നെ വെറുതെ വിടാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ മനുഷ്യനെ വിടുന്ന പറയുന്ന അബൂ ഹുറൈറ, എല്ലാ ദിവസവും നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകളോ എന്റെ പ്രിയപ്പെട്ടവരിലെ ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിലെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ
ولا نور له ما في السماوات وما في الأرض. അല്ലാഹുവേ ആയത്തുൽ കുർസി എവിടുന്ന് ഓതി കേൾപ്പിക്കുകയാണ്. ഈ ആയത്ത് വല്ലാത്ത പ്രധാനമുള്ളതാണ്. അബൂ ഹുറൈറ ഈ ആയത്തെങ്ങാനും നിങ്ങൾ ഓതിയാൽ ഇബ്ലീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. നിങ്ങളുടെ ഭക്ഷണത്തിൽ പോലും ബറക്കത്താണ്. അല്ലാഹു എവിടുന്ന് ആ മനുഷ്യനെ വിടുന്ന പറഞ്ഞു കൊടുക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രഭാതമായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വിടുന്ന കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിടുന്ന സലാം പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, ഇന്നലെ വന്നുകൊണ്ട് പറഞ്ഞ മനുഷ്യൻ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അവൻ പറഞ്ഞു തന്നത് സത്യമാണ്. അവനൊരു കള്ളനാണെങ്കിലും അവൻ പറഞ്ഞു തന്നത് സത്യമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആരാ കള്ളനെന്നറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, അബൂ ഹുറൈറ, അത് ശൈത്താനാ അബൂ ഹുറൈറ, അത് ശൈത്താനായിരുന്നു അബൂ ഹുറൈറ. അവൻ കള്ളനാണ്, ഇബ്ലീസാണ്. പക്ഷേ അവൻ പറഞ്ഞു തന്നത് വല്ലാത്ത സത്യമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസിയുടെ വല്ലാത്ത നേട്ടമാണ്. ആയത്തുൽ കുർസി 170 പ്രാവശ്യം ഈ നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ഒരു നോക്ക്. സുബഹി നിസ്കാരത്തിന് ശേഷമോ ഇശാ നിസ്കാരത്തിന് ശേഷമോ 170 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാൽ ഒരിക്കലും നിന്നെ കടം കൊണ്ട് മരിഞ്ഞു മുറുക്കില്ല എന്ന് ഹബീബായ നബി